പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ പ്രത്യേക അവകാശ ലംഘന നോട്ടീസിന് മറുപടി അയച്ച് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ മറുപടി കത്ത് സെക്രട്ടേറിയറ്റിലെ പ്രത്യേക വിഭാഗം പരിശോധിച്ച് ഉചിതമായ നടപടിക്ക് ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിലേക്ക് അയക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കത്തിന്റെ ഉള്ളടക്കം അതീവ രഹസ്യമാണെങ്കിലും രാഹുൽ ഗാന്ധി എല്ലാ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഫെബ്രുവരി 15-നായിരുന്നു പ്രിവിലേജ് നോട്ടീസിന് മറുപടി നൽകാനുള്ള അവസാന തീയതി. ഒരു പാർലമെന്റ് അംഗം മറ്റൊരു പാർലമെന്റ് അംഗത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിനാലാണ് നോട്ടീസ് നൽകിയത് എന്ന് ജോഷി തന്റെ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. കൊച്ചി നഗരത്തിലെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ക്യാമ്പയിനുമായി സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ രംഗത്ത്. കൊച്ചിൻ കോർപ്പറേഷന്റെ സഹകരണത്തോടു കൂടി നടത്തുന്ന ക്യാമ്പയിൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും വെച്ചിരിക്കുന്ന അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുക എന്നതാണ് ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശം. ഫ്ലെക്സ് ബോർഡുകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് പ്രിന്റിംഗ് മേഖലയിലെ സംഘടന തന്നെ ഇത്തരമൊരാശയവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമ്പയിൻ അങ്ങേയറ്റം പ്രശംസനീയമാണെന്ന് മേയർ എം അനിൽകുമാർ പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ സെക്രട്ടറി ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രവർത്തനത്തിൽ നിങ്ങളെ കൂടി സഹകരിപ്പിക്കുകയാണ്. അപ്പം അടിച്ചു കൊടുക്കുന്നത് ആരാണോ, ചിലത് നിങ്ങൾ അടിച്ചു കൊടുക്കാത്തതുണ്ടാവും, പക്ഷെ അവരെ കൂടി ഭയങ്കരമായ ഒരു ആശയമാണ് അത്. അദ്ദേഹം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ജോയിൻറ്റ് കമ്മീഷണറൊക്കെ ആയിരുന്നു. ഈ രംഗം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയതെടുത്തു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പകരം നിങ്ങളുമായി കൂടി സഹകരിച്ച് ഈ പരിപാടിക്ക് എല്ലാ വണ്ടികളും മറ്റ് സൗകര്യങ്ങളും കോർപ്പറേഷന് കൊടുക്കാം. പക്ഷേ നിങ്ങൾ തന്നെ ഇതെടുത്ത് മാറ്റണം, അതിന് നിങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഒരു ഭാവനാസമ്പന്നമായ പരിപാടിയാണ്. പാതയോരങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരായ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ തദ്ദേശ സ്ഥാപന മേധാവികളെ നേരത്തെ ഹൈക്കോടതി നിശിതമായി വിമർശിച്ചിരുന്നു. തലസ്ഥാന നഗരത്തിൽ പോലും ഫ്ലെക്സ് നിരോധനം നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയത്. കൊച്ചി നഗരത്തിലും ഈ പ്രശ്നം അതിരൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്പിയ സംഘടന പുതിയ ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.